എന്റെ കാലം കഴിയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും കുടുംബത്തോടൊപ്പം ഇവിടെ എന്റെ ഒപ്പം ഉണ്ടാകണമെന്നാ എന്റെ ആഗ്രഹം. അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. അതിന് സമ്മതമാണെങ്കിലേ ഈ പാർട്ടീഷൻ ലീഗലി നടക്കൂ. എനിക്കതിന് എതിർപ്പൊന്നുമില്ല. ഞാനും വിഘ്നേഷ് ചേട്ടനും ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ലമ്മേ. അഭി പറഞ്ഞതെല്ലാം അമ്മ അംഗീകരിച്ചു. അഭിക്ക് വേണ്ടതെല്ലാം അമ്മ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ഇപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അഭിക്ക് വേണ്ടി മാത്രമാണ്. മീരയോടും എന്നോടും വഴക്കുണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അഭി തന്നെയാ. ഇനിയും ഇതെല്ലാം സഹിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ തുടരണമെന്ന് പറഞ്ഞാ അതിലെന്ത് ന്യായമുള്ളത്? ആദർശേ, മാധവി പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തതുപോലെയാ ആദർശ് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആദർശേട്ടാ, വേണ്ട, ആരും ഒന്നും പറയണ്ട. ഞാനിത് അംഗീകരിക്കില്ല. എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഇനിയും വഴക്കും പ്രശ്നങ്ങളും സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. ആദർശിന്റെ പറച്ചിൽ കേട്ടാ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഞാനാണെന്ന് തോന്നുമല്ലോ. ഒരു തർക്കത്തിനോ അടുത്ത വഴക്കിനോ ഞാനില്ല. ഇത് നടക്കില്ല.